ഞാനിപ്പോ തന്നെ ഇറങ്ങിപ്പോണം. ഞാൻ ചോദിച്ച കേട്ടില്ലേ? ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മറുപടി സ്നേഹോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പറയാതെ വയ്യ. നിന്നോളം താഴാൻ എനിക്ക് പറ്റില്ല. ഇതെന്റെ കുടുംബമാണ്. ഇവിടെ നിന്ന് നിന്നെ മാന്യമായിട്ട് പറഞ്ഞയക്കേണ്ടത് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ എന്റെ കടമയാ. അതുകൊണ്ട് മാത്രം എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ അരുണിനോട് ചോദിക്കാൻ ഉദ്ദേശമുണ്ടോ? ചത്തുപോവോ അവൻ? കാരണം ഏറ്റവും പുണ്യം എന്നവൻ വിശ്വസിക്കുന്ന ബന്ധമാണിത്. എന്ത് പുണ്യം? നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളോട് അസൂയ തോന്നിയിട്ട് ഞാൻ സംശയരോഗിയായതാണെന്നോ? എന്നാ അറിഞ്ഞോ, അതൊന്നും അല്ല. കൂടെ ജീവിക്കുന്നില്ലെന്ന് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞതിന്റെ കാരണം ഇപ്പോഴും തിരക്കി നടക്കുന്നില്ലേ? ഞാൻ ഈ പറഞ്ഞത് തന്നെയാ കാരണം. അരുണിനോടുള്ള നിങ്ങളുടെ ബന്ധം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് തന്നെയാ സാറ് നിങ്ങളെ വേണ്ടാന്ന് വെച്ചത്. സ്നേഹ, ഒച്ചയൊന്നും ഉയർത്തണ്ട. ഇനി എന്നോട് ഇതാരാ പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ മോള് യാമി. അവളെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞു നിങ്ങളുടെ അവിഹിത ബന്ധത്തിന്റെ കഥ. കാരൻ സാറിന് സംശയിക്കാം, മകൾക്ക് സംശയിക്കാം. ഞാൻ സംശയിച്ച മാത്രം അതെന്റെ പക്വതക്കുറവ്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു മുഖം മൂടിയിട്ട് നടക്കുന്നേ? സ്നേഹിക്കുന്നവരെയും കൂടെ നിൽക്കുന്നവരെയും എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചതിക്കുന്നേ? എല്ലാ അർത്ഥത്തിലും യോഗ്യനായ ഒരു ഭർത്താവ് സാരൻ സാറില് എനിക്കൊരു കുറവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾക്ക് അരുണേ? എന്നോട് പറയാൻ രണ്ടുപേരും കൂടി എന്തൊക്കെയോ മറുപടികൾ കണ്ടുവച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനു മുൻപ് സ്വന്തം ഭർത്താവിനോട് പറ, മകളോട് പറ. പുണ്യം നിറഞ്ഞ ബന്ധമാണെന്ന് ആദ്യം അവർ അംഗീകരിക്കട്ടെ. എന്നിട്ട് മതി എന്നെ വിശ്വസിപ്പിക്കുന്നത്. വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ ഞാൻ പിന്നോട്ട് നടക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. വീതം വെക്കാൻ ഒരാളെ എനിക്ക് വേണ്ട. അതാ അതിന്റെ ഉത്തരം. ഉറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? കുറെ കാലം ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തിയതല്ലേ? ഇനി കുറച്ച് ഉറങ്ങാതിരിക്കേ. ഞാൻ ഇറങ്ങ. നേരം വെളുത്തിട്ട്. ഓ, ഈ സമയത്ത് പോലും കാണിക്കുന്ന പതിവ്രതയായ ഒരു വീട്ടമ്മയുടെ ആചാരമര്യാദ ഉണ്ടല്ലോ, അതിന്റെ മുന്നിൽ തല കുനിക്കാതെ വയ്യ. നേരം വെളുത്ത എവിടുന്ന് തുടങ്ങാൻ തീരുമാനിച്ചു? മകളിൽ നിന്നോ അതോ ഭർത്താവിൽ നിന്നോ? എന്തായാലും വലിയൊരു കരിമ്പടം കരുതി വെച്ചോ, നിങ്ങളുടെ നാണക്കേടിനെ പുതപ്പിക്കാൻ. വേണ്ടിവരും. ഞാൻ എന്തായാലും ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. എനിക്ക് അത്രയ്ക്ക് ഉറപ്പാ നിങ്ങളെ.
തന്നപ്പോ ഇതിന്റെ വില എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞ ഇത് പങ്കിടലിന്റെ കൂലിയാന്ന്. ഇത് നിങ്ങൾ തന്നെ വെച്ചോ. ഒരാളുടെ അല്ല, ഒരുപാട് പേരുടെ ശാപമുണ്ട് നിങ്ങളുടെ തലയില്. അനുഭവിക്കും നിങ്ങള്. മോളെന്താ ഈ നേരത്ത്? ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. നേരം നന്നായി വെളുത്തിട്ട് പോലും ഇല്ലല്ലോ. അതെന്താ, നേരം വെളുത്തിട്ട് വരാൻ പാടുള്ളൂ എന്ന് നിർബന്ധം വല്ലതുണ്ടോ? എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല അച്ഛാ. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. പിന്നെ ഒരുവിധം യാത്ര പറഞ്ഞ് ഞാനിങ്ങി ഇറങ്ങി. നീ ഈ നേരത്ത് യാത്ര പറഞ്ഞിറങ്ങിയിട്ട് മൈഥിലി ഒന്നും പറഞ്ഞില്ലേ? മൈഥിലി മാം ഒന്നും പറഞ്ഞില്ല. ഞാനേ അങ്ങോട്ടാ പറഞ്ഞതല്ല. മൈഥിലി മാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, നിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തോണ്ടാ ഞാൻ ചോദിക്കുന്നത്. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിട്ട് വന്നതാണോ? അവിടെ എന്ത് കുഴപ്പമുണ്ടാക്കാനാച്ചാ? എന്നാലും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ. എന്ന് ഞാനൊരു സത്യം പറയട്ടെ. തിരിച്ചു വന്നിട്ട് ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോ ഞാൻ വന്നില്ലല്ലോ. ഉറങ്ങാൻ കിടന്നപ്പോ മുതല് ആ ഒരു തോന്നലായിരുന്നു. അച്ഛൻ എന്നെ വിളിച്ചതല്ലേ, എന്നെ വല്ലത് മിസ് ചെയ്യുന്നുണ്ടാവില്ലേ, അച്ഛന് സങ്കടാവില്ലേ എന്നൊക്കെ. പിന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി. ഇപ്പൊ മനസ്സിലായോ കാര്യം എന്താന്ന്? അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ വേറെ ആരെ കുറിച്ച് ചിന്തിക്കാനാ? എന്തായാലും മൈഥിലി മാമിന്റെ അടുത്ത് പോയത് നന്നായി. എന്റെ മനസ്സിപ്പോ വല്ലാതെ ഫ്രീ ആയി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എല്ലാം അങ്ങ് പറഞ്ഞു തീർത്തു. ഇന്നലെ രാത്രി ഫാദറും അരുണും കുറെ നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, മൈഥിലിക്കടുത്ത് നീ കുറെ നേരം ചെലവഴിച്ചാൽ നീ അത്രയും നന്നാവുമെന്നാ. അതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് നീ ഇപ്പൊ പറഞ്ഞത്. ആ, ഇനിയിപ്പോ എന്തായാലും നമുക്കൊരു ചായ അങ്ങ് വെച്ചേക്കാം. കുറച്ച് കഴിയട്ടെ. അച്ഛനെ പോയി കിടന്നോ. ആ, ഇനി എനിക്ക് കിടന്ന ഉറക്കം വരില്ല. എന്നാ ഞാൻ മുറിയിലേക്ക് പോവാ. നിനക്ക് ചായ വേണ്ടേ? ഏയ്, എനിക്കൊന്ന് ഉറങ്ങണം. ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. എന്നാ മോള് പോയി കിടന്നോ. മക്കൾ നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് കേൾക്കുന്നതാണ് അച്ഛനും അമ്മയ്ക്കും ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. അച്ഛനെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് അച്ഛനേ ഉള്ളൂ.
ഇരിക്കുന്നേ? അത് ഞാൻ സ്നേഹ പോയി. എപ്പോ? കുറച്ചു മുമ്പ്. ആ കുട്ടിയുടെ അച്ഛൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. സ്നേഹ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഉറങ്ങാനും തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന. എന്തു പറ്റി മാഡത്തിന്? ഒന്നുമില്ല. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. എഴുന്നേറ്റില്ലായിരുന്നോ? എന്തായാലും അത് ഞാൻ രാവിലെ ജോഗിങ്ങിന് പോയപ്പോഴേ ഒരു തമാശ ഉണ്ടായി മാം. വിദേശ യാത്രയ്ക്കെന്നും പറഞ്ഞ് ലോങ് ലീവ് എടുത്ത ഡോക്ടർ സക്രിയ ഉണ്ടല്ലോ, ദാ നിൽക്കുന്നു കുറേ പേരുടെ മുമ്പിൽ. ഞാൻ കുറേ നേരം സംസാരിച്ചു. അരുൺ, ഞാൻ ബെഡില്ല, പിന്നെ വിളിക്കാം. അല്ല മാം, ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് വെച്ചോളാം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രസം പോവും. അരുൺ പ്ലീസ്, ഞാൻ പിന്നെ അരുണിനെ അങ്ങോട്ട് വിളിച്ചോളാം. കുഴപ്പമില്ല. മാഡത്തിന് സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല. സുമയൊരു ചായ എടുക്ക്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. സ്നേഹ അവിടെ തന്നെ നെൽപ്പറപ്പിച്ചോ? വരാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? മോള് വെളുപ്പിനെ വന്നല്ലോ. വെളുപ്പിനോ? അതെ, കോളിംഗ് ബെല്ല് കേട്ട് ഞാൻ വന്ന് വാതിൽ തുറക്കുമ്പോ അവളുടെ മുന്നിൽ നിൽക്കുന്നു. സത്യം പറഞ്ഞ് ഞാനങ്ങ് ഞെട്ടിപ്പോയി. എന്നാലും അതെന്താ ആ നേരത്ത്? ഞാനൊരല്പം സീരിയസ് ആയിട്ടൊക്കെ ചോദിച്ചു തുടങ്ങിയതാ. പക്ഷേ അവൾ എന്നെ വീഴ്ത്തി കളഞ്ഞടോ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ വരാൻ പറ്റാത്തതിന്റെ സങ്കടം ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അങ്കിൾ അയാളൊന്ന് വിളിച്ചേ. അവൾ നല്ല ഉറക്കമാണ്. ഞാൻ ഉറക്കമൊന്നുമല്ല. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഗുഡ് മോർണിംഗ്. അവിടെ ഇരിക്കട്ടെ. ഈ നേരം വിളിക്കണതിന് മുമ്പ് മൈഥിലി മാമിന്റെ അടുത്ത് ഓടി പോന്ന എന്താ? അച്ഛനോട് സ്നേഹം തോന്നിയിട്ടാന്നൊരു കഥ കേട്ടു. അതിലെനിക്ക് ഏതായാലും അത്ര വിശ്വാസമൊന്നുമില്ല. ഞാനേ ആ വീട്ടിലുള്ള എല്ലാവരെയും തമ്മിൽ തല്ലിച്ചു. പിന്നെ ആ വീടങ്ങ് തല്ലി പൊളിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യമില്ലാന്ന് തോന്നി. അതുകൊണ്ടെങ്കിൽ പോന്നു. മതിയോ? ഈ പറഞ്ഞതൊരു നല്ലൊരു ജാമ്യമല്ല. പിന്നെ വിശ്വസിക്കുന്ന പോലെ വേണമെങ്കിൽ അഭിനയിക്കാം. എന്നാലും ഞാൻ മാമിനൊന്ന് വിളിക്കട്ടെ. മാമിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഞാൻ അറിയും. ഓ, മാമിന് ഞാൻ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ചോദിച്ചറിയാൻ വലിയ ഇഷ്ടം. മാം എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കിയോന്ന് ചോദിക്കാത്തെന്താ? അതുണ്ടാകില്ല, അതെനിക്ക് 100% ഉറപ്പാ. അരുൺ ചോദിച്ചാലും മാം ഒന്നും പറയാൻ പോകുന്നില്ല. ഇന്നലെ എന്റെ കൂടെയുള്ള ദിവസേ മാം ഈ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്റെ ദൈവമേ, ഈ പറയുന്നതൊക്കെ എന്റെ ജീവിതത്തിൽ നേരെ ജോയി ആയാൽ മതിയായിരുന്നു. എന്നാ ഞാൻ എന്റെ ജോയിൻ കണ്ടിന്യൂ ചെയ്യട്ടെ സാർ? എന്തായാലും താനൊരു ബ്രേക്ക് എടുത്തില്ലേ? ഒരു ചായ കുടിച്ചിട്ട് പോവാടോ. ഏയ് വേണ്ട, എന്റെ റൗണ്ട് ഫിനിഷ് ആയിട്ടില്ല. പിന്നെ ഞാൻ അങ്കിള് തനിച്ചല്ലേന്ന് വിചാരിച്ചിട്ട് കേറിയതാ. ഓ, അപ്പൊ ഞാനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കേറില്ലായിരുന്നല്ലേ? ഇപ്പൊ കേറില്ലായിരുന്നു, അത് സത്യമാ. എന്നാ ഓടിക്കോ. എന്റെ അടുത്ത് നിന്ന് കൂടുതൽ ദൂരേക്ക് ഓടുന്നത് സേഫാ. ഓ, അപ്പൊ കാര്യങ്ങളൊക്കെ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പൊ ശരിയെങ്കിൽ ഇയാള് പറഞ്ഞ പോലെ ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടട്ടെ. തമ്മിൽ കണ്ട നേരെ ചോയ സംസാരമില്ല. എപ്പോഴും കുത്തും കോളും കാർമേവുക്കാണല്ലോ. ലൈഫ് അങ്ങനെയല്ലേ വേണ്ടത്? വെറുതെ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലേ അതിനെന്താ രസം? ഇടയ്ക്ക് കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉണ്ടാവട്ടെ. ലൈഫിലെ ഒരു ത്രില്ലൊക്കെ വേണ്ടേ?
കൂടുതൽ ത്രില്ലിന് വേണ്ടി ജീവിതം കുട്ടിച്ചോറാക്കണ്ട. എങ്ങോട്ടാന്നില്ലാതെ ഇറങ്ങിയതാ ഞാൻ. കുറേ ദൂരം വണ്ടി ഓടിച്ചു. കുറേ ഇടത്തിറങ്ങി നിന്ന് നോക്കി. ഒരു ശാന്തതയും കിട്ടുന്നില്ല. അവസാന തൻ്റെ അടുത്തേക്ക് പോകുന്നത്. എന്തൊക്കെ വൃത്തികേടുകളാ സാരംഗി കാണിച്ചു വെച്ചിരിക്കുന്നെ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമോ? പറ്റി. അച്ഛനെ മാത്രമല്ല, മോൾക്കും. അനാമിക, ദാ ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പിൽ അവസാനിച്ചു പോയാൽ പോലും ഞാൻ വല്ലാതെ സന്തോഷിക്കും. ഡോ, ഞാൻ അനുഭവിക്കുന്ന നാണക്കേട് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? പിന്നെ മനസ്സിലാവില്ലേ? ആർക്കെങ്കിലും അരുണിനെ തന്നെ ചേർത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ?